മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിൽ കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കലുകളും നടത്തിയ ഗവർണർക്കെതിരെ അസാധാരണ നീക്കവുമായി നിയമസഭ. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി സഭയിൽ വായിച്ചു. സർക്കാർ നടപടിക്ക് പൂർണ്ണ പിന്തുണയുമായി പ്രതിപക്ഷവും ഇന്ന് രംഗത്ത് വന്നു. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ നയപ്രഖ്യാപന പ്രസംഗം 2 മണിക്കൂറോളം നീണ്ടു. വിശദമായ റിപ്പോർട്ടിലേക്ക്. വിയോജിപ്പുകളുണ്ടെങ്കിലും നയപ്രഖ്യാപന പ്രസംഗത്തിലെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഗവർണർ വായിക്കുമെന്നായിരുന്നു രാവിലെ വരെ ലോക്ഭവൻ വൃത്തങ്ങൾ നൽകിയ സൂചന. എന്നാൽ സഭ പാസാക്കിയ ബില്ലുകൾ കെട്ടിക്കിടക്കുന്ന സാഹചര്യം നയപ്രഖ്യാപനത്തിൽ വന്നതോടെ വിമർശനം ഗവർണറുടെ നേർക്കായി. ഇതോടെയാണ് 2 പ്രധാന വിമർശന ഭാഗങ്ങൾ ഗവർണർ ഒഴിവാക്കിയത്. മറ്റൊരിടത്ത് ചില കൂട്ടിച്ചേർക്കലുകളും ഗവർണർ നടത്തി. ഗവർണറെ യാത്രയാക്കിയ ശേഷം തിരികെ സഭയിലെത്തിയ മുഖ്യമന്ത്രി നടത്തിയത് അസാധാരണ നീക്കം. ഗവർണർ ഒഴിവാക്കിയ ഭാഗങ്ങൾ മുഖ്യമന്ത്രി തന്നെ സഭയിൽ വായിച്ചു. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഖണ്ഡിക 12, 15, 16 എന്നിവയിൽ ബഹുമാനപ്പെട്ട ഗവർണറുടെ പ്രസംഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നയപ്രഖ്യാപന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഗവർണർ ഒഴിവാക്കിയവ ഉൾപ്പെടുത്തിയും കൂട്ടിച്ചേർക്കലുകൾ ഒഴിവാക്കിയും മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപന പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ച നയപ്രഖ്യാപനമാണ് ഔദ്യോഗികമെന്ന് സ്പീക്കർ AM ഷംസീറും വ്യക്തമാക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ചൂണ്ടിക്കാണിച്ചത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. നിയമസഭയെ ബഹുമാനപ്പെട്ട ഗവർണർ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തുന്നത് ഗവൺമെന്റിന് വേണ്ടി ക്യാബിനറ്റ് അംഗീകരിച്ച പ്രസംഗമാണ്. അതിൽ നിന്ന് വിട്ടുപോകുന്നതോ വ്യതിചലിക്കുന്നതോ ആയിട്ടുള്ള പരാമർശങ്ങൾ ഔദ്യോഗികമായി അംഗീകരിക്കുന്നതല്ല. അതാണ് നമ്മുടെ സഭയുടെ കീഴ്വഴക്കം. ഭരണഘടന വിരുദ്ധമായ നിലപാടെടുത്ത് ഗവർണറെ വിമർശിച്ച പ്രതിപക്ഷവും രംഗത്തെത്തി. സർക്കാർ നിലപാടിനോട് യോജിക്കുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഭരണഘടനാപരമായി ഗവർണർക്ക് ഇല്ലാത്ത അധികാരമാണ് ഗവർണർ പ്രയോഗിച്ചത്. 10 കൊല്ലം ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇവർ ഇനി നടത്തുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അപ്പോൾ അതിലൊരു വിശ്വാസ്യത പോലും നഷ്ടപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം എന്ന് പ്രത്യേകം പറയും. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധം സംസ്ഥാനത്തെ ബുദ്ധിമുട്ടിക്കുന്നുവെന്ന് നേരത്തെ നയപ്രഖ്യാപനത്തിൽ ഗവർണർ പറഞ്ഞിരുന്നു. ബുദ്ധിമുട്ടുകൾക്കിടയിലും സംസ്ഥാന വികസന പാതയിലെന്നും ഗവർണർ. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം, the recent amendment to the said scheme, transforming it as VB-Gram-G, is a setback for Kerala as the assistance of the union has come down from 100 to 60%. തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും പുതുതായി ഒന്നും പറയാനില്ലാത്ത നിരാശാജനകമായ നയപ്രഖ്യാപനമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.